Welcome to BSc Physics, Semester 2, paper Heat and Thermodynamics. And this is class number 13, First Law of Thermodynamics. First Law of Thermodynamics. First law. In the last class, we have studied the zeroth law, and today we see the first law of thermodynamics. So what is first law of thermodynamics? Before that, we have to study what is internal energy. When we study the first law, we have to study the internal energy also. ആന്തരികമായിട്ടുള്ള ഊർജം. The energy stored inside a system is a result of random movements of the particles as well as the potential energies of the molecules. As a result of their orientation, such energy is called internal energy. അപ്പോൾ ഒരു പാത്രത്തിൽ, ഒരു സിസ്റ്റത്തിൽ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകും, ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാകും, അവ ചലിക്കും. ഇവയുടെ ചലനം മൂലം ആ മോളിക്യൂൾസിന്, ഗ്യാസിന് ഉണ്ടാകുന്ന എനർജിയെ വിളിക്കുന്നത് ഇൻ്റർണൽ എനർജി. ആ ടെമ്പറേച്ചർ ഡിപ്പെൻഡാണ്. ടെമ്പറേച്ചർ കൂടിയാൽ മോളിക്കുലർ വൈബ്രേഷൻ കൂടും എന്ന് നമുക്കറിയാം. അപ്പോൾ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ മൂലം അതിന് ഒരു എനർജി ഉണ്ട്, പിന്നെ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ എല്ലാത്തരം എനർജിയും കൂടിച്ചേർന്നാണ് അതിൻ്റെ ഇൻ്റർണൽ എനർജി. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന് അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ചലനം മൂലം, അട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയെ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയും. നൗ സീ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി നമുക്ക് ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യാം. ഫസ്റ്റ് ലോയ്ക്ക് രണ്ട് തരം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രണ്ടാമത്തതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ഫസ്റ്റ് ലോ ഇതാണ്. There are two statements for the first law of thermodynamics. They are Joule statement and Clausius statement. Clausius statement is more important. First law of thermodynamicsന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ട് പ്രസ്താവനയുണ്ട്. ഒന്ന് ജൂൾ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഈസ് ജൂൾ സ്റ്റേറ്റ്മെൻറ്റ്? Heat and work are equivalently interconvertible. That is WCH. Heat and work are equivalently interconvertible. വർക്കിനെ ഹീറ്റാക്കി മാറ്റാം, ഹീറ്റിനെ വർക്കാക്കി മാറ്റാം. രണ്ടും തുല്യമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ എന്ന് പറയും. ഡിഫറൻഷ്യൽ ഫോം നിങ്ങൾക്ക് എഴുതാം. ഞാനവിടെ കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് എഴുതാം. ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫസ്റ്റ് ലോ, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ എഴുതിയാൽ മതി. ഡിഫറൻഷ്യൽ ഫോം DIFFERENTIAL. Differential form of first law. If an amount of heat dQ is given to a system so that du is the increase of internal energy and dW is the external work done, then dQ is du plus dW. You see the Clausius statement or the differential form of first law of thermodynamics. That is, if an amount of heat to dQ is given to a system so that du is the increase of internal energy and dW is the external work done, then dQ is equal to du plus dW. അപ്പോൾ ഈ ഫസ്റ്റ് ലോ നമ്മൾ വ്യത്യസ്തമായ സിസ്റ്റത്തിന് ഉപയോഗിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ചില സിസ്റ്റം, നമ്പർ 1 ഐസോലേറ്റഡ് സിസ്റ്റം. ഐസോലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റമാണ്. ഐസോലേറ്റഡ് ആണ്, മറ്റെല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന, ബാഹ്യ ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് isolated. It is a system that does not interact with the surroundings. സറൗണ്ടിങ്ങുമായിട്ട് പ്രതിപ്രവർത്തനമില്ലാത്ത ഒരു സിസ്റ്റമാണ് ഐസോലേറ്റഡ് സിസ്റ്റം. In this case there is no heat flow and work done is zero. ഇവിടെ ഹീറ്റ് ഫ്ലോ ഇല്ല, വർക്ക് ഡൺ പൂജ്യമായിരിക്കും. It means that dQ is 0 and dW is 0. Hence du is 0. കാരണം dQ is equal to du plus dW ആണല്ലോ. അപ്പോൾ dQ 0, dW 0 ആണെങ്കിൽ du 0. അപ്പോൾ എല്ലാ വാല്യൂവും 0 വരുന്ന ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഐസോലേറ്റഡ് സിസ്റ്റം. Therefore, internal energy of an isolated system remains constant. കാരണം du എന്ന് പറയുന്നത് ചേഞ്ച് ആണ് കേട്ടോ. ചേഞ്ച് 0 ആണെങ്കിൽ നമുക്ക് കാൽക്കുലസിൽ പഠിക്കുന്നതാണ്. ചേഞ്ച് du 0 ആണെങ്കിൽ u is a constant. നെക്സ്റ്റ്, സൈക്ലിക് പ്രോസസ്.
സൈക്ലിക് പ്രോസസ്സിൽ നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നത്? ഈ സൈക്ലിക് പ്രോസസ്സ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ്റെ ഒരു പ്രോസസ്സായിട്ടാണ് വിചാരിക്കുന്നത്. ഈ ദ പ്രോസസ് ഇൻ വിച്ച് ദ സിസ്റ്റം റിട്ടേൺസ് ടു ദി ഇനിഷ്യൽ സ്റ്റേറ്റ് ആഫ്റ്റർ ഗോയിങ് ത്രൂ വേരിയസ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ഈസ് കോൾഡ് എ സൈക്ലിക് പ്രോസസ്. അനേകം പല വിധത്തിലുള്ള ഇൻ്റർമീഡിയറ്റ് ചേഞ്ചുകൾക്ക് വിധേയമായതിനു ശേഷം സിസ്റ്റം അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വന്നാൽ അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സ്. ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് കൊള്ളേണ്ടത് ഒരു പാത്രത്തിലെ ഗ്യാസാണ്. ആ ഗ്യാസിനെ വികസിപ്പിക്കാം, സങ്കോചിപ്പിക്കാം, ടെമ്പറേച്ചർ കൂട്ടാം, കുറയ്ക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വരണം. അത്തരം ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്. ഓർക്കുക, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം അല്ലെങ്കിൽ സിംപ്ലി സിസ്റ്റം എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ദ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ വെദർ ക്ലോസ്ഡ് ഓർ ഓപ്പൺ. In this process, the change in internal energy is zero, du is zero. Hence, from the first law of thermodynamics, we can write du is zero. So, dq is 0 plus dw, or 0 is dq minus dw, dq is dw. We get du is 0 ഇട്ടാൽ മതി. ഇവിടെ 1-2 സ്റ്റെപ്പ് കൂടുതലാണ്, നമുക്ക് ഇത്രയും പറഞ്ഞാൽ മതി. dq is du plus dw, du 0 ഇടുക. So, dq is dw. Hence, in a cyclic process, the amount of heat given to a system equal to the net work done by system. അപ്പോൾ സൈക്ലിക് പ്രോസസ്സിൽ എത്ര ഹീറ്റ് നമ്മൾ ആ സിസ്റ്റത്തിന് കൊടുക്കുന്നു അത് ചെയ്യുന്ന വർക്കായിട്ട് രൂപാന്തരപ്പെടും. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റ് എഞ്ചിൻസ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ്റെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്. അത്തരം സൈക്ലിക് പ്രോസസ്സിൽ dq is dw. This is the principle of heat engines whose purpose is to absorb heat and perform work in a cyclic process. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുക, എന്നിട്ട് വർക്ക് ചെയ്യുക, അതാണ് സൈക്ലിക് പ്രോസസ്സിൻ്റെ ലക്ഷ്യം, രീതി. അതാണ് ഹീറ്റ് എഞ്ചിനിൽ സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രോസസ്സിൽ നമ്മൾ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യണം. അത് ബോയിലിംഗ് പ്രോസസ്സാണ്. വെള്ളം തിളക്കുന്ന രീതി. കൺസിഡർ ദി വേപ്പറൈസേഷൻ. വെള്ളം തിളച്ച് ആവിയായി പോകുന്ന രീതിയാണ് കേട്ടോ. കൺസിഡർ ദി വേപ്പറൈസേഷൻ ഓഫ് എം മാസ് ഓഫ് ലിക്വിഡ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. തിളനിലയിൽ ബോയിലിംഗ് പോയിന്റിൽ ഒരു വസ്തു, ഒരു ലിക്വിഡ് തിളച്ചാവിയാകുന്നതായിട്ട് വിചാരിക്കുക. എം മാസാണ്. ടി ടെമ്പറേച്ചർ, പി പ്രഷർ. ലെറ്റ് V1 ബി ദ വോളിയം ഓഫ് ലിക്വിഡ് ആൻഡ് V2 ബി ദ വോളിയം ഓഫ് ദ വേപ്പർ. അപ്പോൾ വെള്ളം ആവിയായാൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ വ്യാപ്തം V1 എന്നും ആവിയുടെ വ്യാപ്തം V2 എന്നും വിചാരിക്കുക. ദ വർക്ക് ഡൺ ഇൻ എക്സ്പാൻഷൻ ഇസ് ഗിവൺ ബൈ dW is PdV. dW PdV ആണ്, പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. dV is change in volume, V2 minus V1. Therefore, dW equal to P into V2 minus V1. If L is the latent heat of vaporization, the heat absorbed dq is ml. നമുക്കറിയാം, ഒരു വസ്തു വേപ്പറൈസ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ ഹീറ്റ് ലേറ്റന്റ് ഹീറ്റാണ്. 1 കിലോഗ്രാമിന് L ആണ്, m കിലോഗ്രാമിന് ml. Therefore, dq is ml. If du is the change in internal energy during the process, then we can write du is dq minus dw. du is equal to ml minus p into V2 minus V1. അപ്പോൾ ഇതാണ് ബോയിലിംഗ് പ്രോസസ്സിലെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒബ്റ്റൈൻ ആൻ എക്സ്പ്രഷൻ ഫോർ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇൻ എ ബോയിലിംഗ് പ്രോസസ്. It is to be noted that as pressure remains constant at boiling, it is an isobaric process. P കോൺസ്റ്റന്റ് ആണെങ്കിൽ അതൊരു ഐസോബാരിക് പ്രോസസ്സാണ്. അപ്പോൾ ഐസോബാരിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ് കൊടുത്തിരിക്കുന്നത്. ഐസോബാരിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പി വി ടിയിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാറിയാൽ അതിന് തെർമോഡൈനാമിക് പ്രോസസ്. പി റിമൈൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മുകളിൽ കാണുന്ന ഡി യു ml മൈനസ് പി ഇൻറ്റു V2 മൈനസ് V1 ആയിരിക്കും. പിന്നെ ഐസോകോറിക് പ്രോസസ് അടുത്തത്. ഐസോകോറിക് പ്രോസസ്സിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സാണ്.
വോളിയം മാറ്റമില്ലാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്. If a substance undergoes a process in which the volume remains constant, the process is called isocoric. Isobaric എന്ന് പറഞ്ഞാൽ a process in which P remains constant. Isocoric is a thermodynamic process in which V remains constant. നിങ്ങൾ ഓർക്കുക, 4 പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഐസോതെർമൽ, അഡിയബാറ്റിക്, അതൊക്കെ പ്രത്യേകം പഠിക്കാൻ പോവാണ്. പിന്നെ ഐസോബാറിക്, പ്രഷർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഐസോകോറിക്, വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഈ PVT, പിന്നെ ഒരു ക്വാണ്ടിറ്റിയുടെ എൻട്രോപ്പി എസ്, ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാറ്റം അല്ലെങ്കിൽ ഒരെണ്ണം സ്ഥിരമായിട്ട് നിന്നിട്ട് ബാക്കിയെല്ലാം മാറുക, അത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോബാറിക് ആണെങ്കിൽ P റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ബാക്കി മാറാം. ഐസോകോറിക് ആണെങ്കിൽ V റിമൈൻസ് കോൺസ്റ്റൻറ്റ്. If a substance undergoes a process in which the volume remains constant, the process is called isocoric. The volume remains constant. If volume remains constant, there is no change in volume. No work is done. dW is PdV. dV is 0. So we get dQ is du is dQ minus 0, or du is equal to dQ. In this process, the whole heat energy is supplied to spend increasing the internal energy of the system. And this എല്ലാ ഹീറ്റും ഇന്റേണൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി 1-2 പ്രോബ്ലം ഉണ്ട്. സിമ്പിൾ പ്രോബ്ലമാണ്. അതിൽ ഒരു പ്രോബ്ലമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലാസ്റ്റ് വൺ. ഈ പ്രോബ്ലമൊക്കെ ഈ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ്: എ പീസ് ഓഫ് ലെഡ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 126, falls from a height 6 meter, assuming 75% of the heat generated is released by the lead. Calculate the rise in temperature. ഒരു ലെഡ് പീസ് മുകളിൽ നിന്ന് വീഴുകയാണ്. അതിൽ സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്. 6 മീറ്റർ പൊക്കത്തിൽ നിന്നാണ് വീഴുന്നത്. അപ്പോൾ വന്നിടിക്കുമ്പോൾ ചൂടുണ്ടാകും. ആ ചൂടിൻ്റെ 75% ഈ ലെഡ് ഈ പീസ് അബ്സോർബ് ചെയ്താൽ എത്ര ടെമ്പറേച്ചർ ഉയരും? Let M be the mass of lead. Work done is loss of potential energy, that is mgh. M into 9.8. Work and potential energy are same. mgh is equal to M into 9.8 into 6, 58.8 m. ഇപ്പോൾ മാസ് തന്നിട്ടില്ല. മാസിൻ്റെ ടേമിലാണ് എക്സ്പ്രഷൻ കാണിക്കുക, അത്രയും ജൂൾ. ഹീറ്റ് ഗെയിൻഡ് ഈസ് 58.8 mg. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 75% ഉപയോഗിക്കുന്നുള്ളൂ. സോ Q, ഹീറ്റ് റീറ്റെയിൻഡ് ബൈ ലെഡ്, Q ഈസ് ഈക്വൽ ടു 58.8 m-ൻ്റെ 75%. 75% is 75/100. That is 44.1 m joule. If theta is the rise in temperature, Q is mc theta. നിങ്ങൾ പഠിക്കുന്നതാണ്. ഈ ഹീറ്റിൻ്റെ എക്സ്പ്രഷൻ, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൻ്റെ എക്സ്പ്രഷൻ, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ, mc theta. So theta is Q by mc, 44.1 by m into 126. The answer is 35 degrees centigrade. M cancels. Next problem. Lead bullet. A lead bullet weighing 20 gram and moving with a velocity 100 meters per second comes to rest to a fixed block of wood. 20 gram തൂക്കമുള്ള ഒരു ലെഡ് ബുള്ളറ്റ്, അത് പോകുന്ന സ്പീഡ് 100 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഒരു പ്ലാങ്കിൽ, ഒരു ബ്ലോക്ക് ഓഫ് വുഡിൽ, ഒരു തടിയിൽ ഇത് തറച്ചു നിൽക്കുകയാണ്. വന്ന് തറച്ചു നിൽക്കുന്നു. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ആൻഡ് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി ബുള്ളറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ബുള്ളറ്റിൻ്റെ ടെമ്പറേച്ചർ റൈസ് കാരണം, അസ്യൂമിങ് ദാറ്റ് 80% ഓഫ് ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ദി ബുള്ളറ്റ്. അപ്പോൾ ബുള്ളറ്റ് വന്ന് ഈ ബ്ലോക്കിൽ ഇടിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ 80% ബുള്ളറ്റിന് കിട്ടുന്നു എന്ന് വിചാരിക്കണം.
Specific heat capacity of lead bullet, lead 126. So work done is W. It is kinetic energy. Work is also kinetic energy. The work energy theory, work done is change in kinetic energy. Heat produced, Q is W, half mv square, 100 joule. And it's 80% we have to calculate. The 80% of this is 80 joule. And this heat is used to rise the temperature of the bullet. Rise the temperature of the bullet. So Q is mc theta. mc theta, therefore theta is Q by mc, put the value of Q. We get m by 20 into 10 raised to minus 3 into 126. 10 raised to minus 3 is converting gram into kilogram. We get 31.75 degrees Celsius. And this is the most important problem from this first law of thermodynamics. We can read it. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം. എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ്. 1 kg of water occupies 10 raised to minus 3 meter cubed at atmospheric pressure. When it is converted into steam, it occupies 1671 into 10 raised to minus 3 meter cubed. Calculate the change in internal energy. du കാരണം LH of steam is given, atmospheric pressure is given, and from first law of thermodynamics we calculate. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൻ്റെ ഐഡിയ ഒന്ന് പഠിച്ചോളാം. നമ്മൾ വേറെ സ്ഥലത്ത് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 1 കിലോഗ്രാം വാട്ടറിൻ്റെ വോളിയം. വാട്ട് ഈസ് ദ വോളിയം 1 കിലോഗ്രാം വാട്ടർ? അത് 10 raised to minus 3 meter cubed ആണ്. നമ്മൾ ലിറ്റർ കണക്കിൽ പറഞ്ഞാൽ 1 ലിറ്ററാണ് റൂം ടെമ്പറേച്ചറിൽ. 1 കിലോഗ്രാം വാട്ടറിൻ്റെ വോളിയം 1 ലിറ്ററാണ്. 1 ലിറ്റർ 10 raised to minus 3 meter cubed ആണ്. ഇത് നമ്മൾ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആവിയാക്കി മാറ്റിയാൽ, 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സ്റ്റീമാക്കി മാറ്റിയാൽ എത്ര വോളിയം വരും? ഒരു ജനറൽ നോളജായിട്ട് കരുതിയാൽ മതി. അത് 1671 ലിറ്റർ ആയിരിക്കും. ഇതെല്ലാം സയൻറ്റിസ്റ്റുകൾ നേരത്തെ ഉള്ളവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വാട്ടറിൻ്റെ 1 കിലോഗ്രാമിൻ്റെ വോളിയം 1 ലിറ്റർ. അത് സ്റ്റീമാക്കി മാറ്റിയാൽ, ഈ 1 കിലോഗ്രാം വാട്ടർ സ്റ്റീമാക്കി മാറ്റിയാൽ കിട്ടുന്ന വോളിയം 1671, 1671 ലിറ്റർ. The volume of 1 liter water is, a volume of 1 kilogram water is 1 liter. The volume of 1 kilogram steam is 1671 liter. അപ്പോൾ നമ്മൾ ചെയ്യുകയാണ്. ഡി ക്യു ഇസ് ഡി യു പ്ലസ് ഡി ഡബ്ല്യു, ഡി ഡബ്ല്യു ഇസ് പി ഡി വി, ഡി ക്യു ഇസ് എം എൽ, എം എൽ ഇസ് ഡി യു പ്ലസ് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ, ദാറ്റ് ഇസ് ഡി യു ഇസ് എം എൽ മൈനസ് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ. Put all the values. We get finally 20 to 68. LH of steam is 20 to 68 10 cubed. LH of steam 1 kilogram, 1 into 20 to 68 into 10 cubed. You remember, LH of steam is 20 to 68. On simplifying, we get 2099 into 10 cubed joule. ഇതിൽ തന്നെ ഒരു പാട്ടായിട്ട് ചോദിക്കുക, വാട്ട് ഇസ് വർക്ക് ഡൺ ഇൻ ദിസ് കേസ്? വാട്ട് ഇസ് വർക്ക് ഡൺ ഇൻ ദിസ് കേസ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അത് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ ആണ്. അത് ഈ ചോദ്യത്തിൻ്റെ ഈ ഉത്തരത്തിൻ്റെ അവസാന ഭാഗത്ത് നോക്കുക. അവസാന ഭാഗത്തുള്ള താഴെ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആ രണ്ടാമത്തെ സ്റ്റെപ്പിൽ -169 ഇൻറ്റു 10 ക്യൂബ്ഡ് കണ്ടില്ലേ? ആ 169 ഇൻറ്റു 10 ക്യൂബ്ഡ് ആണ് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ. അതാണ് വർക്ക് ഡൺ. വർക്ക് ഡൺ ഈസ് 169 ഇൻറ്റു 10 ക്യൂബ്ഡ്. Total change in internal energy is 2099 into 10 cubed. It's a very important problem. Study well. That is solved with your 13th lecture on heat and thermodynamics. We continue our class.